ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഏതു നിമിഷവും ഒരു ഏറ്റുമുട്ടലിന് കാരണമായേക്കാം. അങ്ങനെയിരിക്കെ അമേരിക്കയുടെ ഓരോ നീക്കത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക നിയോഗിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ തന്നെയാകും ഇറാന്റെ ആദ്യ ലക്ഷ്യം. ഈ യുദ്ധക്കപ്പലിനെ കൊച്ചു ഡ്രോൺ കൂട്ടത്തെ വെച്ച് ഇറാൻ കടലിൽ മുക്കിയാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി അത് മാറും. അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. 330 മീറ്ററിലധികം നീളവും ഏകദേശം 1,00,000 ടൺ ഭാരവും വഹിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ കടലിൽ ഒരു സ്വതന്ത്ര അമേരിക്കൻ പ്രദേശമായാണ് നിലനിൽക്കുന്നത്. എബ്രഹാം ലിങ്കണിന്റെ ആകെ കണക്കാക്കിയ മൂല്യം മാലിദ്വീപിന്റെ മൊത്തം GDP-യേക്കാൾ കൂടുതലാണ്. ഈയൊരു കപ്പലിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ പസഫിക് രാജ്യത്തിന്റെയും വാർഷിക വരുമാനത്തേക്കാൾ കൂടുതലാണ്. അമേരിക്കയുടെ കുന്തമുനിയായ ഈ ഭീമൻ കപ്പലിന്റെ നടത്തിപ്പും ചിലവേറിയതാണ്. ഇതിന് ഒരു ദിവസം ഏകദേശം $2.5 മില്യൺ ചിലവ് വരുന്നത്. അതായത് പ്രതിദിനം ഏകദേശം 21 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 2 A4W ആണവ റിയാക്ടറുകളാണ് കപ്പലിന് ഊർജം പകരുന്നത്. ഇത് ഇന്ധനം നിറയ്ക്കാതെ 20 വർഷം കപ്പലിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ്. ചിലവുകൾ എങ്ങനെ അമ്പരപ്പിക്കുന്നതാണെങ്കിലും USS എബ്രഹാം ലിങ്കണിനെ വിലമതിക്കാനാവാത്ത ഒരു നയതന്ത്ര ഉപകരണമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ലോകത്തെവിടെയും ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഈ കപ്പലിന്റെ കഴിവ് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ വിരട്ടൽ തങ്ങളോട് വേണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. അവർ അമേരിക്കയുടെ ഈ കുന്തമുനിയുടെ മുന തന്നെ ഒടിച്ചു കളയാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ശക്തിക്ക് മുന്നിൽ തന്ത്രപരമായ പ്രതിരോധവും കടന്നാക്രമണവുമാണ് ഇറാന്റെ പ്ലാൻ. ഗുഹകളിലും ഭൂഗർഭങ്ങളിലും വിദൂര പർവ്വതനിരകളിലും ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരം ഉപയോഗിച്ച് ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ മാത്രമല്ല, ഗൾഫിന്റെ അറേബ്യൻ ഭാഗത്തും പ്രത്യേകിച്ച് ബഹ്റൈനിലും ഖത്തറിലും ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങളും സൗകര്യങ്ങളും ലക്ഷ്യമിടാൻ ഇറാന് എളുപ്പത്തിൽ കഴിയും. അമേരിക്കയുടെ ഏതൊരു സൈനിക നടപടിയും തങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടിയാകുമെന്ന് ഗൾഫ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായക ചെക്ക് പോയിന്റാണ്. ലോകത്തിലെ LNG കയറ്റുമതിയുടെ ഏകദേശം 20% എണ്ണയുടെയും എണ്ണ ഉൽപ്പന്നങ്ങളും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. അമേരിക്കൻ ആക്രമണം മുന്നിൽ കണ്ട് കടലിൽ മൈനുകൾ വേഗത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ ഇറാൻ നടത്തിയിട്ടുമുണ്ട്. ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ മുങ്ങുക, അതിലുള്ള ആയിരക്കണക്കിന് സൈനികരും ജീവനക്കാരും കൊല്ലപ്പെടുക, ആയുധങ്ങൾ നശിച്ചു പോവുക എന്നൊക്കെ കേട്ടാൽ ഒരിക്കലും നടക്കില്ലെന്ന് തോന്നും. എന്നാൽ
ചരിത്രം പരിശോധിച്ചാൽ ഇതെല്ലാം അസാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടായിരത്തിൽ ഏതൻ തുറമുഖത്ത് നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ $1 ബില്യൺ വിലയുള്ള നശീകരണ കപ്പലായ USS കോളാണ് തകർന്ന് കടലിൽ മുങ്ങിപ്പോയത്. ഈ സംഭവത്തിൽ 17 അമേരിക്കൻ നാവികരാണ് കൊല്ലപ്പെട്ടത്. അതിനു മുൻപ് 1987 ഒരു ഇറാഖി ജെറ്റ് പൈലറ്റ് അമേരിക്കയുടെ മറ്റൊരു യുദ്ധക്കപ്പലായ USS സ്റ്റാർക്കിന് നേരെ 2 എക്സോസെറ്റ് മിസൈലുകൾ അബദ്ധത്തിൽ തൊടുത്തുവിട്ടത് മൂലം 37 നാവികരും കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊന്നും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സിസ്റ്റം ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ്. പോരാട്ടത്തിൽ ലഹരി കാണുന്ന ജനതയാണ് ഇറാന്റേത്. ആ പേർഷ്യൻ കരുത്തിനെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല. വെനസ്വേലയെ കീഴ്പ്പെടുത്തിയതുപോലെ അനായാസം മുന്നേറാമെന്ന് അമേരിക്കയും കരുതുന്നില്ല. അടിച്ചാൽ തിരിച്ചടിയേൽക്കേണ്ടി വരുമെന്ന ആശങ്കയും US-നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അകറ്റാൻ മധ്യസ്ഥ ചർച്ചകളും തകൃതിയായി നടക്കുന്നുണ്ട്. എന്താകും ഇറാനെയും മറ്റു രാജ്യങ്ങളെയും കാത്തിരിക്കുന്നത്?